പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് വിശ്വസിക്കുക. എനിക്ക് ആ പെൺകുട്ടിയെ അറിയില്ല. ഒന്നുകിൽ ആ ഫോട്ടോ കാണിക്കണം, അല്ലെങ്കിൽ അമ്പലത്തിൽ വെച്ച് കണ്ട ഉടനെ എന്നെ വിളിച്ച് കാണിക്കണമായിരുന്നു. ഇത് രണ്ടുമില്ലാതെ എല്ലാവരും കൂടെ എന്നെ വിഡ്ഢിയാക്കുകയാണ്. വിഡ്ഢിയാക്കുന്നത് നീയാണ്. ജീവിതം കുറെ കണ്ടവരാ ഞങ്ങള്. നീ പറഞ്ഞിട്ട് തന്നെ അവളോട് വന്നത്. അതെ, അമ്മയെ പേടിച്ചവൻ സത്യം പറയാത്തതാ. എന്റെ മോക്ക് വിവാഹം വേണ്ടമ്മേ. കണ്ണേറ്റുങ്കരയിലെ തീരുമാനങ്ങൾക്ക് ഇതേവരെ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അമ്മായിയുടെ തീരുമാനങ്ങൾക്കെതിരായി മൂത്ത മരുമകനായ ഞാൻ ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. പക്ഷേ ഇത് എന്റെ മകളുടെ ജീവിത പ്രശ്നമാണ്. ആ പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞിട്ട് എന്റെ മകളുടെ വിവാഹം നടത്തിയാൽ മതി. കേട്ടില്ലേ? ഇനി പറ, ആരാണ് ആ പെൺകുട്ടി? അമ്മേതേ കൊച്ചേഷ, ഇവളെ നിനക്കറിയില്ല അല്ലേ? ഇവളോ? ഇവളെ കുറിച്ചാണോ നിങ്ങൾ എല്ലാവരും പറഞ്ഞത്? അത് ശരി. നീ ആരാ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ നിന്റെ കള്ളക്കളിയൊന്നും വേണ്ട, സത്യം പറഞ്ഞോ. എന്റെ പേര് ഗോപിയ. പേര് നാളൊന്നും ചോദിച്ചില്ല. ഇവിടെ വന്ന എന്തിനാണെന്ന് അറിയണം. ഈ തറവാടുമായിട്ടുള്ള ബന്ധം എനിക്ക് അവകാശം ഉണ്ടായിട്ട്. അവകാശം? ഇത് കണ്ണേറ്റിങ്കര തറവാടാണ്. പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അവകാശം പറയാനുള്ളതല്ല ഈ സ്ഥലം. അവകാശം വാങ്ങാനല്ല ഞാൻ വന്നത്, എന്റെ അച്ഛനെ കാണാനാണ്. നിന്റെ അച്ഛന്? അതെ, ഈ തറവാട്ടിലെ കുഞ്ഞുകുട്ടിയമ്മയുടെ മകൻ അംബുജാക്ഷൻ നായർ. വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? വർഷങ്ങൾക്ക് മുൻപ് ഈ തറവാടിന്റെ മുറ്റത്ത് നിന്ന് കണ്ണീരോടെ ഇറങ്ങിപ്പോയ സൗദാമിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? അതായത് എന്റെ അമ്മ. എന്റെ അമ്മയ്ക്ക് കണ്ണേറ്റിൻകരയിലെ കുഞ്ഞുകുട്ടിയമ്മയുടെ മരുമകളാകാനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും അവരുടെ കൊച്ചുമകളെ പ്രസവിക്കാനുള്ള ദുർവിധി ഉണ്ടായി. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. ആ ഫോട്ടോ എങ്ങനെ എന്റെ പെട്ടിയിൽ വന്നതെന്നും ആരാണ് അതെന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതെന്നും തൃപ്തിയായില്ലേ എല്ലാവർക്കും? മുത്തശ്ശി, അച്ഛാന്ന് വിളിക്കാൻ അനുവാദമില്ലെങ്കിലും അവകാശമുണ്ട്. ഞാനൊന്ന് വിളിച്ചോട്ടെ? തിരുവോണ നാളിൽ കണ്ണേറ്റിൻകരയിലെ എല്ലാവരും പറശ്ശിനിക്കടവിലെത്തി വഴിപാടുകൾ നടത്താറുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ വന്നത്. അറിയാതെയാണെങ്കിലും മുത്തശ്ശിയുടെ പേരിൽ ഞാനും ഒരു വഴിപാട് നടത്തി. അമ്പറ്റി, എന്താ എല്ലാവരോട് നോക്കി നിൽക്കുന്നത്? പോകാനാ പറഞ്ഞത്. അകത്ത് പോ. ഈ മുഖത്ത് നോക്കി അച്ഛാന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു. അതിനാ ഇവിടെ വന്നത്. ഇനി വരില്ല. മോളെ, എന്റെ മോള് പോകരുത്. അമ്പറ്റി അകത്ത് പോകുന്നുണ്ടോ? ഇല്ല, എന്റെ മോൾ എന്നെ തേടി വന്നതാണ്. ഇനി ഞാൻ അവളെ തിരിച്ചയക്കില്ല. മോളെ, മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്ക്.
നോ, ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഇതുവരെ യാതൊരു വിവരവും ഇല്ല. ഏതായാലും താൻ ഇതാരോടും പറയണ്ട. ആ, പല വഴിക്ക് ഞങ്ങൾ തിരക്കുന്നുണ്ട്. വെക്കട്ടെ? എന്തായടാ? ഹോസ്റ്റലിൽ ആർക്കും ഒരു വിവരവുമില്ല. റൂംമേറ്റിനോട് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ മേട്രൻ അവളുടെ പെട്ടിയും ബാഗും എല്ലാം പരിശോധിച്ചു. ഏതോ ഒരു ചെറുപ്പക്കാരനുമായി കറങ്ങുന്നത് ചില കുട്ടികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആളാരാന്ന് അവർക്കറിയില്ല. നമുക്ക് പോലീസിൽ വിവരം അറിയിച്ചാലോ വെച്ചാ? നീ എന്തായി പറയുന്നത്? അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ അച്ഛൻ IG ആണെന്നുള്ള കാര്യം നീ മറന്നോ? അയാൾ ആ നിമിഷ സംഗതി അറിയില്ലേ? പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഈ കല്യാണം ഇനി എന്ത് പറഞ്ഞ് നീട്ടിവെക്കും എന്റെ ദൈവമേ. അവളെ കണ്ടുപിടിച്ചാൽ തന്നെയും ഈ കല്യാണത്തിന് അവൾ സമ്മതിക്കും എന്ന് എന്താണ് ഉറപ്പ്? എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ഒറ്റ മോളെ ഉള്ളൂന്ന് വെച്ച് നീയാ അവളെ വഷളാക്കിയത്. ഞാനിവിടെ ഇല്ലാതെ പോയതാ ഇതിനൊക്കെ കാരണം. നിങ്ങൾ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്റെ മോളെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. ശ്രീദേവി, നീ അത് പോ. അത്യാവശ്യത്തിനുള്ള ടെൻഷൻ ഇപ്പൊ തന്നെ എനിക്കുണ്ട്. എടാ, നീ ആ കണ്ണൂരിലെ ഡോക്ടർ പണിക്കയുടെ ഫോൺ നമ്പർ എടുത്തേ. ശരി അച്ഛാ. ഞാൻ കൊച്ചു. വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. Please. തെണ്ടിത്തരം കാണിക്കുന്ന അതിര് വേണം. തലപുകഞ്ഞ് ആലോചിച്ചിട്ടാണ് ഈ ഒരു ഐഡിയ കിട്ടിയത്. അതും കുളമാക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകും. സമ്മതിച്ചു, ബുദ്ധിയൊക്കെ നിന്റെ തന്നെ. പക്ഷെ ഇതെന്റെ പേഴ്സണൽ കാര്യമാണ്, നീ ഇതിനകത്ത് ഇടപെടരുത്. കല്യാണം കഴിഞ്ഞ് 3 ആഴ്ചയായി, ഇതുവരെയായിട്ട് നേരെ ഒന്ന് സംസാരിക്കാൻ പോലും കിട്ടിയില്ലെന്ന് പറഞ്ഞു. എന്നാ നീ ഇവിടെ കിടന്ന് വിളിച്ചങ്ങോട്ട് കൂടാ. ഗോപി എന്നെ ഭാര്യയാണെന്ന് നാട്ടുകാർ മുഴുവൻ കേൾക്കട്ടെ. എന്റെ വീട്ടുകാരോട് എന്തൊക്കെ നുണ പറഞ്ഞിട്ടാണ് 3 ആഴ്ച അവൾ അവിടെ കൊണ്ട് താമസിപ്പിച്ചെന്നറിയാവൂ. ഇതായിരുന്നു എന്റെ പൊന്നുമോന്റെ മനസ്സിലിരിപ്പെങ്കിൽ അവളെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരായിരുന്നോ മനുഷ്യൻ മെനക്കെടുത്താൻ? നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒച്ച വെച്ചാലേ ആരെങ്കിലും കേൾക്കും. ഏതായാലും നിന്റെ പെർഫോമൻസ് കലക്കി എല്ലാവരും കണ്ണുടച്ച് വിശ്വസിച്ചു. പേടിച്ചാ ഞാൻ അത്രയും പറഞ്ഞൊപ്പിച്ചത്. ഓ, എന്തൊക്കെ കള്ളക്കളിയാ. അമ്പൂറ്റിസ്വാമി സ്വന്തം മോളെന്ന് തന്നെ കരുതിയിരിക്കുക. നിന്റെ അച്ഛൻ ഇപ്പം കുവൈറ്റിൽ നിന്ന് തിരിച്ചെത്തി നാട് മുഴുവൻ വല വീശിയിട്ടുണ്ടാവും. പുറത്തെവിടെ താമസിച്ചാലും കുടുങ്ങും, ഉറപ്പാ. ഇവിടെ ആവുമ്പോ കുറെ കൂടെ സേഫ് ആണല്ലോ. അതെ, നല്ല സേഫാ. വാതുക്കെ മോക്ക് കാവലെടുക്ക അച്ഛൻ. എനിക്ക് വയ്യ ഇങ്ങനെ വേഷം കിട്ടി കഴിയും. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഭർത്താവിന്റെ വീട്ടുകാരെ കാണണമെന്ന് പറഞ്ഞു. ഓക്കെ, അമ്പലത്തിൽ വരാൻ പറഞ്ഞു, കണ്ടു. അപ്പൊ ഭർത്താവിനെ സ്ഥിരമായിട്ട് കണ്ടോണ്ടിരിക്കണമെന്ന് പറഞ്ഞു. പാവം അമ്പോറ്റി ചിറ്റപ്പനെ പറഞ്ഞു പറ്റിച്ച് അതും ഒപ്പിച്ചു. ആ, അതിനെ എപ്പോ പൊട്ടിത്തെറിക്കുമെന്ന് കണ്ടറിയാം. ആ, ഇങ്ങനെ പോയാൽ അധികം ദിവസം വേണ്ടി വരില്ല പൊട്ടിത്തെറിക്കാൻ. നിന്റെ കരുനാക്കൊണ്ടൊന്നും പറയാതെ. ഇവള് പണ്ടേ വരണ്ടിരിക്കുക. നീ അവളെ ഓരോന്ന് പറഞ്ഞു കൂടുതൽ വട്ടളക്കാ. നീ ഒരു കാര്യം ചെയ്യ്, അവിടെ പോയി നിന്നേ. എനിക്ക് വേറൊരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കണം. ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ ജോലി അങ്ങോട്ട് രാജിവെച്ചിട്ട് ഇതിന് സ്ഥിരമായിട്ട് അങ്ങോട്ട് ഇറങ്ങാം. എടാ, നീ എന്റെ തലവിധി ഒന്ന് ആലോചിച്ച് നോക്കി. എന്റെ ടെൻഷൻ നീ മനസ്സിലാക്കാത്ത എന്താ? വേറൊരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞില്ലേ? നിന്റെ അടുത്തല്ല, ഞാൻ വേറെ അടുത്ത് പറയും. നീ പോയി നിന്നേ, ചെല്ല്. ആരെങ്കിലും വരുവാണെങ്കിൽ സിഗ്നൽ വരണേ. വേറൊരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കാൻ ഇനി വന്നേ. ഓ, തൊലച്ച് ഒരു വഴിക്കിറങ്ങുമ്പോ പറയുന്നു വിളിക്കാതെ. ഇതെവിടെ കുഴിച്ചിടുന്നു അറിയാനാ. കഷ്ടകാലത്തിന് ഞാനെങ്ങാനും മറികടന്നാലോ? എനിക്കതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടാവും തോന്നുന്നു. എന്താ? ആ ധൂമകേതു വേണുക്കിട്ട് നടക്കണ വഴിയുടെ നടുമധ്യത്തിൽ കുഴിച്ചിട്ടാലല്ലേ അവനിതിനെ മറികടക്കാൻ പറ്റൂ. പാറക്കുട്ടി പാര. അപ്പൊ ഞാൻ പാരയായോ? നീ ആ പാര ഇങ്ങെടുക്കാൻ. ആ മിറ്റത്തിരിപ്പുണ്ട്, എടുത്തോണ്ട് വെക്കോ.
ഈ രാത്രി വല്ല പെൺവേഷം കിട്ടി ഇറങ്ങണം. കൊച്ചുഷ മാറിക്കോ. ആ വേണുക്കുട്ടനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട്. മാറിക്കോ. നമ്മളെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പുല്ല് നീ ഇപ്പൊ തന്നെ വന്ന് നന്നായിടാ. നിന്നെ ഞാൻ മറികടത്തിയിട്ടുള്ള കാര്യമാണ്. മറികടക്കണം.